ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ജോപ്പന് നമ്മൾ പുതിയൊരു ഗിറ്റാർ വാങ്ങിക്കാൻ വേണ്ടി എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇപ്പം ചിറ്റൂർ സ്റ്റെൽസി ആടല്ല, നല്ല കടയാണത്. ബാക്കിൽ രണ്ടുപേരെയും എടുത്തിട്ടുണ്ട്. എല്ലാം കാണത്തില്ല. കണ്ടു നോക്കാം ആ കട കണ്ടാൽ. മിക്കി ചായട്ടില്ല മെസ്സേജ് പോകുന്നല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. രണ്ടുപേരും ഞാനിതുവരെ മ്യൂസിക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ നമ്മൾ ജോപ്പൻ പറഞ്ഞ സ്റ്റെൽസി എന്ന് പറഞ്ഞ ആ ഷോപ്പിലെത്തി. ഒരു ഗിറ്റാറിൻ്റെ ഷോറൂമാണ്. അത്യാവശ്യം എനിക്കങ്ങനെ വലിയതായിട്ട് ഇതിനെപ്പറ്റി പറയാനൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട് ആംബിയൻസ് അല്ല. അപ്പോൾ മാത്തുക്കുട്ടനും ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടുവരുമ്പോൾ. ആളും ഇതായിട്ട് പുതിയതായിട്ട് കാണുവാണല്ലോ. അപ്പോൾ ഇതാണ് അവൻ്റെ പുതിയ ഗിറ്റാർ. അപ്പോൾ ഗിറ്റാറിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണണം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് പുതിയ ഗിറ്റാറൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ സ്റ്റെൽസി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നത് വേറെ കുറച്ച് അവന് സാധനം വാങ്ങിക്കാനായിട്ട് വേറെ മ്യൂസിക് ഷോപ്പിൽ മാനുവൽ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഷോപ്പിലാണ് നമ്മൾ പോയത്. അയ്യോ, ഇവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ജോസൂട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെ കണ്ണൊക്കെ മുഴിപ്പിച്ച് അന്തം വിട്ട് അതിൻ്റെ അകത്ത് കണ്ടത്. എന്തൊരു സാധനങ്ങളോ, എന്തോരം മ്യൂസിക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ. ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വണ്ടടിച്ച അവസ്ഥയിലാണ് അതിലെല്ലാം നോക്കി നടന്നത്. അപ്പോൾ മാത്രം ഒരു ചെറിയൊരു പിയാനോ കിട്ടി. അതിലൊക്കെ ചുമ്മാ കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഓണമൊന്നുമല്ല കേട്ടോ, ചുമ്മാ കീസൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ആ ചേട്ടൻ ചെയ്യുന്ന ആ ഒരു ടേബിളിലിരിക്കുന്ന ആ ഒരു സാധനം എനിക്ക് പറയാൻ അറിയത്തില്ല അതെന്താണ്. അതാണ് അവൻ വാങ്ങിച്ചപ്പോൾ അവനതൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഗിറ്റാർ വാങ്ങിച്ചിട്ട് അവർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തവർ നോക്കുക. ഇതിനിടയ്ക്ക് മമ്മി ഈ സാധനം ഞങ്ങൾക്ക് വീട്ടു പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഓരോ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടപ്പം അവിടെ വായിക്കാനായിട്ട് മമ്മി ഈ സാധനം വാങ്ങിച്ചു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ട്രംപറ്റ്. ഞാനൊരു 5 വർഷത്തോളം സ്കൂളിൽ ബാൻഡിലുണ്ടായിരുന്നത് കൊണ്ട് ട്രംപറ്റ് കണ്ടപ്പോൾ ഒരു ഭയങ്കര ക്ലച്ചാണ്. പക്ഷേ ഭയങ്കര പാടാണ്, വായിക്കാൻ പറ്റില്ല. കുറേ നാളായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് വായിച്ചിട്ട് ആകെ ശ്വാസം മുട്ടുമായിരുന്നു. ഒന്നും അങ്ങോട്ട് വരുന്നില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ലുലുവിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ചൂടല്ലേ, അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങണ്ട, നമുക്കൊന്ന് നേരെ ലുലുവിൽ പോകാമെന്ന് ഓർത്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ട്രോളർ റെൻ്റഡ് എടുത്തു. അവിടെ 100, 150 മൊത്തം 250 റുപ്പിയാണ് അവേഴ്സും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം മാത്തുക്കുട്ടിന് അത്യാവശ്യം ആദ്യം ഒന്ന് പേടിച്ചു. ഈ സാധനത്ത് എന്ത് പറ്റി, മാത്തുക്കുട്ടിൻ്റെ കാര്യം പറയുന്നത്. ആദ്യം ഒന്ന് പേടിച്ചു ആൾ ഇതിനകത്ത് കിടക്കണം. ആളിതുവരെ കിടന്നിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ബാഗാണ്, ക്യാരി ബാഗിലാണ് കൂടുതലും നമ്മുടെ വീട്ടിൽ ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലുലുവിൽ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കി.